വെക്കേഷനൊക്കെ ആയിട്ട് ചുമ്മാ വീട്ടിൽ മടി പിടിച്ചിരിക്കാണ്ട് നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമല്ലോ. അപ്പം അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അതിൽ ഒരു ദിവസം നമ്മൾ പോയ സ്ഥലമാണ് ഇതേ ബോർഡിൽ നിങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, തമിഴാണ്. തൊൽക്കാപ്പിയ പൂങ്ക എന്ന് പറയും. ഇവിടെ നമ്മൾ ഓൾറെഡി 1-2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബുക്കിംഗ് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണം. എപ്പോൾ ബുക്ക് ചെയ്യാൻ നോക്കിയാലും 2-3 ആഴ്ചത്തേക്ക് ഫുള്ളായിരിക്കും. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ 1 മാസം മുമ്പ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ട സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടെ ബുക്ക് ചെയ്തിട്ടു. ഒരാൾക്ക് 20 റുപ്പീസും അങ്ങനെ 80 രൂപയും 4 പേർക്ക് പ്ലസ് ഒരു 20 റുപ്പീസ് കാർ പാർക്കിംഗ്, അങ്ങനെ 100 റുപ്പീസ് ഞാൻ ബുക്ക് ചെയ്തിട്ടു. വന്ന ഉടനെ കാണുന്ന കാഴ്ചകൾ എന്ന് പറയണത് ഈ ഒരു ലേഡി ബേർഡ് പോലെ ഇരിക്കുന്ന ഒരു ജീവികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്, ചെന്നൈയിലൊക്കെ അതുപോലെ കാട് പിടിച്ച പ്രദേശങ്ങളിലാണ് കാണണമെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഒരു ചെന്നൈ ഒരു സിറ്റി, ആ സിറ്റിയുടെ നടുക്ക് ഇതുപോലൊരു കാടിൻ്റെ ഒരു പ്രതീതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. അപ്പം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഗൈഡഡ് ടൂർ എന്നാണ്. അതായത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷേ ആള് ആരാന്ന് പോലും നമുക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ഈ ബുക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ, ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഉള്ളിൽ കയറ്റി വിടുള്ളൂ. കുറേ നല്ല സ്ട്രിക്റ്റ് ആണ്. ഇവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇങ്ങനെ ഓരോരോ പാറകളിലൊക്കെ ഓരോ കാർവ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോരോ ബട്ടർഫ്ലൈയുടെയും അവിടെയുള്ള ജീവികളുടെ പെയിൻറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഓൾ ടുഗദർ എനിക്ക് വന്ന ഉടനെ എനിക്കിഷ്ടമായിട്ടോ. പക്ഷേ ഇഷ്ടമാവാത്ത കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അനിൽ സ്റ്റെപ്പ് നല്ല ഭംഗിയാണ്, പോകാൻ പാടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ശരിക്കും പറഞ്ഞ ഒരു 2.5 മണിക്കാണ് നമ്മളിവിടെ എത്തിയേക്കണത്. അപ്പോൾ അത്യാവശ്യം ഒരു വെയിലുള്ള സമയമാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടാത്ത 2 ആൾക്കാർ എൻ്റെ 2 മക്കളാണ്. അവർക്ക് ഈ ഒരു സമയത്ത് AC ഇട്ടിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ പുറത്തിറങ്ങണമെന്നും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഹാഫ് ഓഫ് ദി ടൈമും 2 പേരും ഇൻട്രസ്റ്റ് ഇല്ലാതെയായിരുന്നു നടക്കണ്ടായിരുന്നേ. ഫോട്ടോ എടുക്കണ സ്പോട്ടിൽ മാത്രം കുറച്ച് ഉഷാറാവും, അത്രേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഒരു ലേക്ക് പോലത്തെ ഉള്ളിലുണ്ട്, ഇത് അടയാറാണ് ശരിക്കും വരുന്നത് സ്ഥലം. എന്താ ഇവൻ നമ്മുടെ യൂറോപ്പിലും ഒക്കെയുള്ള വീഡിയോസ് കാണുമ്പോൾ അവരിങ്ങനെ വാക്കിംഗ് ട്രെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കാൻ വേണ്ടി കാട്ടിൻ്റെ ഉള്ളിലും മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ പോകില്ലേ, അതുപോലെ ഒരു സെറ്റപ്പാണ് ശരിക്കും നല്ല ഭംഗിയിൽ തണലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ ഇത് തന്നെയാണ് നല്ല സ്ഥലം. ഇത് ചൂടേ അറിയണില്ല ശരിക്ക്. ഈവനിങ് മറ്റേ വിൻ്ററിൽ വന്നാൽ സൂപ്പറായിരിക്കും അല്ലേ. വിൻ്ററിൽ വന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. നോട്ട് എ വാക്കിംഗ് ട്രാക്ക്, അവിടെ പോകാൻ പാടില്ല. പക്ഷെ അവിടെ എന്തിനാ അതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണേ? അവിടേക്ക് എന്താണോ അവ കടത്തി വിടാത്ത, അടച്ചു വെച്ചേക്കാം. ഒരിക്കലൊക്കെ ചെയ്യാം അല്ലേ, ഓരോരോ കുഞ്ഞു കുടിലുകളൊക്കെ ഉണ്ട്. ഇതെന്താ ഈ ബിൽഡിങ് കാണുമ്പോൾ? ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ പറയാന്നറിയോ? നാളെ ഞാൻ ആൻഡമാൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ചേട്ടൻ്റെ. എനിക്കിഷ്ടമില്ലാത്തത് ആ ചേട്ടൻ പോയ ആൻഡമാൻ്റെ ഓരോ ദ്വീപിൽ പോയില്ലേ, ആ ദ്വീപിൻ്റെ ഒരു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, ആകെ ഇത്രേ ഉള്ളൂ. കാരണം ഏകദേശം ഒരു വഴി അവിടെ കണ്ടപ്പം റിട്ടേൺ പോകണം, ആ പാർക്കിങ്ങിലേക്ക് പോകുന്നൊരു വഴി പോലെ തോന്നുകയും ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതുവരെ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറേ നേരം ആൾക്കാർ ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ഉള്ളിൽ പോകാൻ പാടില്ല. വന്നു താഴെയും കൂടി ശരിയാക്കും. വന്നു
പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയണ പോലെ ഈ ഒരു ട്രെയിലിൻ്റെ വലിപ്പം നമ്മൾ കാണാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ എത്തിയപ്പോഴും എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 10-15 മിനിറ്റിൽ നമുക്ക് പുറത്ത് കിടക്കാമെന്നായിരുന്നു. കാരണം ഏകദേശം അവസാനിച്ചു എന്നാണല്ലോ നമ്മുടെ വിചാരം. നടക്കാൻ കുറേയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവർ ഫോട്ടോയ്ക്ക് നന്നായിട്ട് പോസ് ചെയ്യുമെന്നല്ല നോക്കേണ്ടത്, പകരം അവർ നന്നായി നടക്കും എന്നുള്ളതാണ് നോക്കേണ്ടതെന്ന് എനിക്ക് ഈ ദിവസം മനസ്സിലായി. കാരണം ഓരോ ഇടവിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ എപ്പോഴാണ് തിരിച്ചു പോകുക എന്നുള്ള ചോദ്യമായിരുന്നു. എന്തായിരിക്കും എഡ്യൂക്കേഷണൽ സെൻ്ററൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ സ്ഥലം. ചൂട് കാരണം ഒരു പ്രശ്നം. കഴിഞ്ഞു പോവാ, അതേ പാർക്കിംഗ് എത്തിവാ പോവാം. എല്ലാവരും വേറെ വേറെ ആണല്ലോ. ഞാൻ പറഞ്ഞ പോലെ അത് പാർക്കിങ് എത്തിയെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ അല്ലാത്രേ. ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും പോവാനുണ്ടെന്ന് പറഞ്ഞു. ഗോഡ്, വാട്ട് ഈസ് ദിസ്? പേടിയില്ല, പേടിയില്ല, അത് തൊടാനൊന്നും പാടില്ല. നോ, തൊടരുത് പ്ലീസ്. സിംഗപ്പൂർ വെച്ചിട്ട് ഞങ്ങളൊന്നും അറിയാണ്ട് പോയി പാമ്പിനെ തൊട്ടിട്ട് വന്ന ആളല്ലേ നീ. എനിക്ക് ഇത്ര ഇഷ്ടം പാമ്പിനെ. പേടിയാ. അയ്യോ, നാട്ടില് ഇവിടേക്ക് പാമ്പുണ്ടാവും കേട്ടാ, ശ്രദ്ധിച്ചോ. ഇവിടേക്ക് എല്ലാരുടെ ഉള്ളിൽ പാമ്പ് പൊളിച്ചിരിക്കുക, ശ്രദ്ധിച്ചിരുന്നു. ഇതിന്റെ മുകളിലൊക്കെ ഇരിക്കണ്ടാവും, പേടിയോ. അതിന്റെ തൊപ്പി അറിയണം. ഒരാളുടെ ഓർഗൻസ് ഉണ്ട്, സ്കിന്നുണ്ട്. അപ്പൊ തൊടുമ്പോ കാര്യം യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടെങ്കിലും എത്ര ദൂരം നടക്കാനുണ്ടെന്നൊന്നും ഞാൻ ഫുള്ളായിട്ട് നോക്കിയില്ല. കാരണം ഇപ്പം നമ്മുടെ ത്രില്ല് പോലോ, ഇത്രയൊക്കെ നടക്കാണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനെല്ലാത്തിനും റെഡി ആയിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കുക, ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക, അതിനൊക്കെ വരുന്നവർക്ക് നല്ലൊരു സൈറ്റാണിത്. വെറുതെ പറ്റിക്കാരോന്ന് എഴുതിയ പിന്നല്ലേ അമ്മ ഒരു ഫൺ ഫാക്ട് പറയാം. ഇപ്പൊ അമ്മ ഒരു ടെർട്ടൽ പോലത്തെ സാധനത്തിനെ കാണാം. അമ്മ ടോർട്ടോയ്സ് ടോർട്ടിലാണ്ടാ അതിന്റെ കാല് ലൈക് ഫ്ലാറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ടോർട്ടോയ്സ്. അത് വെള്ളത്തിലിട്ട് അതിന് സ്വിം ചെയ്യാൻ പറ്റില്ല. ടോർട്ടിൽസ് മാത്രമേ സ്വിം ചെയ്യാൻ, കരയിൽ മാത്രമേ ഇരിക്കുള്ളൂ. ഞാൻ എന്താ പറ്റിക്കണ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ സിംഹത്തിൻ്റെ ആനയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആരോ ഇട്ടേക്കണു. എന്നിട്ട് 1 കിലോമീറ്റർ കണക്ക് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കിലോമീറ്റർ നോക്കിയില്ല കേട്ടോ. 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. നോക്കിയപ്പം 250 കിലോമീറ്റർ അപ്പുറം, അതായത് വണ്ടല്ലൂർ സൂവോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ സൂവോ ഒക്കെ ആയിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുക. അതാണ് ഞാൻ ചോദിച്ചത്, വെറുതെ ഇങ്ങനെ പറ്റിക്കാൻ മൃഗങ്ങളുടെ ഫോട്ടോ ഒക്കെ എന്തിനാ എടുത്ത് അവിടെ ഒട്ടിച്ച് വെച്ചേക്കണേ എന്നുള്ളത്. ഓരോ സ്ഥലത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്ന സ്ഥലത്ത് സൈഡുകളിലൊക്കെ ആ ഒരു ലേക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങണ പോലെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇറങ്ങരുത്, നല്ല ആഴമുള്ളതായിരിക്കും. അതായത് അത് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അങ്ങനെ വിട്ടേക്കാണ്. ആരും നമ്മൾ പോയി ശല്യം ചെയ്യാനും പാടില്ല. പിന്നെ മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ പാമ്പുകൾ വിസിറ്റേഴ്സ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ശരിക്കും നിങ്ങളുടെ പ്രശ്നം? ചൂട് ഞാൻ 1 മാസം മുമ്പ് ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
എനിക്കറിയണം. മലയാളി മലയാളം അറിയാം. കീരി അത് എന്താന്ന് വെച്ചാൽ കുറേ നടക്കാനുണ്ടല്ലോ. അത്രയും വിചാരിച്ചില്ല. കുഴപ്പമില്ല, എനിക്കിഷ്ടം നടക്കാൻ. അവർക്ക് കുട്ടികൾക്ക് തീരെ താല്പര്യമില്ല ചൂടത്ത് നടക്കാൻ. കിത്തു പിന്നെ ഓക്കെ, നിത്തുവിന് തീരെ ഇഷ്ടമില്ല നടക്കാൻ വെയിലത്ത്. ശരിക്കും പറഞ്ഞാൽ വിൻ്ററിൽ പ്ലാൻ ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഭഗവാനെ, ആർക്കും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടമല്ലാത്ത എനിക്കറിയില്ല. അത് നല്ല തണലും ഇടയ്ക്കൊരു കാറ്റും. നിനക്ക് ഇഷ്ടമല്ലേ ഇങ്ങനെ നടക്കാൻ? എനിക്ക് ഇങ്ങനത്തെ എക്കോ പാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അത് ചെന്നൈയിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം കിട്ടുന്നത് തന്നെ വലിയ കാര്യം. ചേച്ചീനെ ട്യൂഷനാക്കിയിട്ട് നമുക്ക് പോയാൽ മതിയായിരുന്നു അല്ലേ? ദേ ലെഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ബ്യൂട്ടിഫുൾ വ്യൂക്ക് വേണ്ടിയിട്ടായിരുന്നു. നോക്ക്, വാവ്. ആ ഒരു ലേക്ക്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു പാലം ഇങ്ങനെ അവിടെ പണിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ്, നല്ല കാറ്റും, നല്ല അടിപൊളി സ്ഥലമായിരുന്നു അത്. ഞാനും കിത്തും കൂടിയിട്ട് ഫസ്റ്റ് ഇവിടെ വന്നു. മറ്റൊരു രണ്ടാൾക്കാരനെ വെയിറ്റ് ചെയ്യായിരുന്നു. അവരിങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്ന് ഞാൻ തിരിച്ചു പോവാന്ന് വീണ്ടും വീണ്ടും മറ്റേ മന്ദളം മുരുകണ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിത്തു. പക്ഷെ തിരിച്ചു പോകാനും നമുക്ക് മാർഗ്ഗമില്ല. ഈ കണ്ട വഴിയൊക്കെ തിരിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളുടെ വിചാരം ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ച് ഇത്രയും ദൂരം തിരിച്ചു പോകണം എന്നായിരുന്നു. പക്ഷേ നമുക്ക് അറിയില്ല എന്താ നടക്കാൻ പോണെന്നുള്ളത്. നമ്മളും ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ഉത്തരം പറയാണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ കൈയും കാലും പിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോവായിരുന്നു. നല്ല കാറ്റ്. അപ്പോൾ ഏകദേശം 3 മണി 3:30 ഉണ്ടായിരുന്നു. ഞങ്ങൾ 2:30 കറക്റ്റ് ഉള്ളിൽ കയറി 3:30 ആയപ്പോഴേക്കും ഈ ഒരു പാലത്തിൻ്റെ അവിടെ എത്തി. കറക്റ്റ് 1 മണിക്കൂറൊക്കെ നമ്മൾ നടന്നുണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ ചെറുതായിട്ട് പതുക്കെയാണ് നടന്നത്. ഇവിടെ വന്നിട്ട് നല്ല വ്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ. പിന്നെ കാറ്റും നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൂടി വ്യൂവും നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മളിങ്ങനെ പതുക്കെ അടുത്ത വഴി അന്വേഷിച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെയാണ് വന്ന സമയത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഇതിൽ പോകണമെന്നുണ്ട്. നിത്തുവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വാക്കിങ്ങിന് ആഗ്രഹമുള്ളവർക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ പാലം കയറിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി റൈറ്റിലേക്ക് പോകും. അങ്ങനെ കുറേ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഒരു വഴിയുണ്ട്, ലെഫ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് എൻട്രൻസിലേക്ക് പോവാം. ഇവിടെ ഈ മാപ്പ് കാണിച്ച പോലെ ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഈ ഒരു പിങ്ക് ബ്ലൂ റൈറ്റിലേക്ക് പോയിട്ട് തിരിച്ചിങ്ങനെ വരാം. അല്ലെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻട്രൻസിലേക്കുള്ള വഴിയാണ്. ഒരു 400 meters അത്രയും ദൂരമേ ഉള്ളൂ, 1/2 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റൈറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ മക്കളേനെ അങ്ങനെ ഓവറായിട്ട് നമ്മൾ ശല്യം ചെയ്യാനും പാടില്ലല്ലോ. അപ്പോൾ അവളുടെ ആഗ്രഹത്തിന് ഇനി നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ലെഫ്റ്റുള്ള വഴി കൂടെ നമ്മൾ ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ. പക്ഷേ എനിക്ക് അങ്ങനെ ചൂടൊന്നും ഭയങ്കരമായിട്ടൊന്നും അനുഭവപ്പെട്ടില്ല. കാര്യം നാട്ടിലെ പോലെ ഇവിടെ ചെറിയ മഴ പോലും വന്നിട്ടുമില്ല. പക്ഷേ ഒരു സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അവൾക്ക് കുറച്ച് ഹെൽത്ത് കുറച്ച് വീക്കായിട്ടുള്ളൊരു ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ പിന്നെ അവളെ അധികം ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ചെന്നൈയിൽ വന്നിട്ട് ഇവിടെ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ. കാരണം ഇങ്ങനെ പ്രകൃതിയും പച്ചപ്പും ഹരിതാഭിയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അവിടെ ഇവിടെയൊക്കെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓലക്കുടിലൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിരുന്ന് സംസാരിക്കാനും. പക്ഷെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ, 2 hours ഉള്ളൂ. ആ 2 hours നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങണം.
അങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ള ഓൺലൈൻ ബുക്കിംഗ് അല്ലാത്ത ആൾക്കാരനൊന്നും കയറ്റി വിടില്ല, നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനും പിന്നെ നമുക്ക് കുറച്ച് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ടോയ്ലറ്റും ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ പിന്നെ അതൊന്നും യൂസ് ചെയ്തില്ല, നമ്മൾ വേഗം തിരിച്ച് നടന്നു. നല്ല വ്യൂവാ. ആരും ഫോൺ വിളിക്കണ്ടല്ലോ. തീരെ വയ്യെങ്കിലും ഫോട്ടോ പോസിങ്ങിനൊന്നും ഒരു കുറവില്ല കേട്ടോ രണ്ടുപേരും. പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ ട്യൂഷൻ ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തീരെ ലേറ്റ് ആക്കിപ്പിക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം നിന്നില്ല. ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി നല്ല ഭംഗി വന്നിട്ടുണ്ടായിരുന്നു, ഒരു അമ്പലക്കുളമൊക്കെ ആയിട്ട്. എത്തുൻ്റെ ആഗ്രഹം പോലെ അത് കൂടെ പോയി നമ്മൾ ഇത് കൂടെ വന്നു. കഴിഞ്ഞോ? എനിക്ക് ഇനി വിൻ്റർ ടൈമിലും കൂടി ഒരു പ്രാവശ്യം വരണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഒരു തണുപ്പൊക്കെ ആയിട്ട്. അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ചെന്നൈയുടെ ഉള്ളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്തതിനെക്കുറിച്ച് ഞാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ ബൈ.